രാമായണ ക്വിസ് ആരണ്യകാണ്ഡം. രാമായണത്തിലെ മൂന്നാമത്തെ കാണ്ഡം ഏതാണ്? ആരണ്യകാണ്ഡം. ആരണ്യം എന്ന വാക്കിന്റെ അർത്ഥമെന്താണ്? വനം, കാട്, കാനനം. ആരണ്യകാണ്ഡത്തിന്റെ തുടക്കത്തിൽ ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ എന്നിവർ മഹർഷിമാരുടെ ആശ്രമങ്ങൾ സന്ദർശിച്ച് ഏത് വനത്തിലേക്കാണ് പ്രവേശിക്കുന്നത്? ദണ്ഡകാരണ്യം. ദണ്ഡകാരണ്യത്തിൽ താമസിച്ചിരുന്നത് പ്രധാനമായും ആരായിരുന്നു? മഹർഷിമാരും രാക്ഷസന്മാരും. ദണ്ഡകാരണ്യത്തിൽ താമസിച്ചിരുന്ന മഹർഷിമാർ ശ്രീരാമനോട് പ്രധാനമായും എന്താണ് അഭ്യർത്ഥിച്ചത്? രാക്ഷസന്മാരുടെ ശല്യത്തിൽ നിന്ന് തങ്ങളെയും തങ്ങളുടെ യാഗങ്ങളെയും സംരക്ഷിക്കണമെന്ന്. ദണ്ഡകാരണ്യത്തിലെ മുനിമാരുടെ ദുരവസ്ഥ കണ്ട് ശ്രീരാമൻ എടുത്ത പ്രതിജ്ഞ എന്തായിരുന്നു? ദണ്ഡകാരണ്യത്തിലെ രാക്ഷസന്മാരെയെല്ലാം വധിച്ചുകൊള്ളാം എന്ന പ്രതിജ്ഞ. ദണ്ഡകാരണ്യത്തിൽ ശ്രീരാമനെ ആദ്യം ആക്രമിച്ച രാക്ഷസൻ ആര്? വിരാതൻ. വിരാതൻ എന്ന രാക്ഷസൻ മുൻജന്മത്തിൽ ആരായിരുന്നു? തുമ്പുരു എന്ന ഗന്ധർവൻ. കുബേരന്റെ ശാപം മൂലമാണ് ഇദ്ദേഹം രാക്ഷസനായി ജനിച്ചത്. അസ്ത്രശാസ്ത്രങ്ങൾ കൊണ്ടോ മുറിവേൽപ്പിച്ചോ കൊല്ലാൻ കഴിയാത്ത വരം ആരിൽ നിന്നാണ് വിരാതൻ നേടിയിരുന്നത്? ബ്രഹ്മാവിൽ നിന്ന്. ആയുധങ്ങൾ കൊണ്ട് വധിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ശ്രീരാമനും ലക്ഷ്മണനും ചേർന്ന് വിരാതനെ എങ്ങനെയാണ് വധിച്ചത്? ജീവനോടെ മണ്ണിൽ കുഴിച്ചു മൂടി. ശാപമോക്ഷം ലഭിച്ച വിരാതൻ ശ്രീരാമനോട് അടുത്തതായി ഏത് മഹർഷിയുടെ ആശ്രമം സന്ദർശിക്കാൻ നിർദ്ദേശിച്ചു? ശരഭംഗ മഹർഷിയുടെ ആശ്രമം. ശരഭംഗ മഹർഷിയെ ബ്രഹ്മലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന ദേവരാജാവ് ആര്? ഇന്ദ്രൻ. ശ്രീരാമനെ നേരിൽ കണ്ട് ദർശനം സഫലമാക്കിയ ശേഷം ശരഭംഗ മഹർഷി എങ്ങനെയാണ് മോക്ഷം നേടിയത്? ചിത കൂട്ടി അതിലെ അഗ്നിയിൽ സ്വന്തം ശരീരം സമർപ്പിച്ചുകൊണ്ട്. അഗ്നിപ്രവേശം വഴി. അഗ്നിപ്രവേശനത്തിന് മുമ്പ് ശരഭംഗ മഹർഷി ശ്രീരാമനോട് അടുത്തതായി ഏത് മഹർഷിയുടെ ആശ്രമമാണ് സന്ദർശിക്കാൻ നിർദ്ദേശിച്ചത്? സുതീക്ഷ്ണ മഹർഷിയുടെ. ശ്രീരാമന്റെ വരവും കാത്ത് ദണ്ഡകാരണ്യത്തിൽ ദീർഘകാലം തപസ് അനുഷ്ഠിച്ചിരുന്ന മഹർഷി ആര്? സുതീക്ഷ്ണ മഹർഷി. സുതീക്ഷ്ണ മഹർഷി ഏത് മഹർഷിയുടെ ശിഷ്യനായിരുന്നു? അഗസ്ത്യ മഹർഷിയുടെ. സുതീക്ഷ്ണ മഹർഷി ശ്രീരാമന് ഏത് മഹർഷിയുടെ ആശ്രമത്തിലേക്കുള്ള വഴിയാണ് കാണിച്ചു കൊടുത്തത്? അഗസ്ത്യ മഹർഷിയുടെ ആശ്രമം. അഗസ്ത്യ മഹർഷി ശ്രീരാമന് എന്തെല്ലാം വിദ്യായുധങ്ങൾ നൽകി? വിഷ്ണുവിൻ്റെ വില്ല്, അക്ഷയതൂണീരം, വിദ്യബാണങ്ങൾ, വാൾ. അഗസ്ത്യ മഹർഷി ശ്രീരാമനോട് എവിടെ താമസിക്കാനാണ് പറഞ്ഞത്? പഞ്ചവടി. പഞ്ചവടിയിൽ ആശ്രമം നിർമ്മിച്ചത് ആര്? ലക്ഷ്മണൻ.
പഞ്ചവടിക്ക് സമീപം ഒഴുകുന്ന നദി ഏതാണ്? ഗോദാവരി. പഞ്ചവടിയിൽ ശ്രീരാമനെ കണ്ടുമുട്ടിയ പക്ഷിരാജാവ് ആര്? ജടായു. ജടായു ആരുടെ സുഹൃത്തായിരുന്നു? ദശരഥ മഹാരാജാവിൻ്റെ. പഞ്ചവടിയിൽ ശ്രീരാമന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായി അദ്ദേഹത്തെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ച രാക്ഷസി ആരായിരുന്നു? ശൂർപ്പണഖ. പഞ്ചവടിയിൽ ശ്രീരാമനെ സമീപിക്കാൻ ശൂർപ്പണഖ സ്വീകരിച്ച രൂപം ഏതാണ്? മനോഹരിയായ സ്ത്രീയുടെ രൂപം. ശ്രീരാമൻ നിരസിച്ചതിനെ തുടർന്ന് സീതയെ ആക്രമിക്കാൻ മുതിർന്ന ശൂർപ്പണഖയെ ലക്ഷ്മണൻ ശിക്ഷിച്ചത് എങ്ങനെയാണ്? ലക്ഷ്മണൻ ശൂർപ്പണഖയുടെ മൂക്കും ചെവികളും ഛേദിച്ചു. ശൂർപ്പണഖ ആരുടെ അടുത്താണ് പരാതിയുമായി പോയത്? കരന്റെ അടുത്ത്. ദണ്ഡകാരണ്യത്തിലെ ഏത് പ്രദേശത്തിന്റെ ഭരണാധികാരിയായിരുന്നു കരൻ? ജനസ്ഥാനം. തന്റെ സഹോദരനായ കരനെ ജനസ്ഥാനം ഭരിക്കാൻ ഏൽപ്പിച്ചത് ആരാണ്? രാവണൻ. ശൂർപ്പണഖയുടെ അപമാനത്തിന് പ്രതികാരം ചെയ്യാൻ കരൻ ആദ്യം എത്ര രാക്ഷസന്മാരെ അയച്ചു? 14 രാക്ഷസന്മാരെ. 14 രാക്ഷസന്മാരെയും വധിച്ചത് ആര്? ശ്രീരാമൻ. തുടർന്ന് കരൻ എത്ര രാക്ഷസപടയുമായാണ് ശ്രീരാമനോട് യുദ്ധത്തിന് വന്നത്? 14,000 രാക്ഷസന്മാർ. കരന്റെ സൈന്യത്തിലെ പ്രധാന സേനാനായകൻ ആരായിരുന്നു? ദൂഷണൻ. കരന്റെ മറ്റൊരു പ്രധാന സേനാനായകൻ ആര്? തൃശിരസ്. കരനെയും ദൂഷണനെയും തൃശിരസിനെയും വധിച്ചത് ആര്? ശ്രീരാമൻ. കരന്റെ മരണവാർത്ത രാവണനെ അറിയിച്ചത് ആര്? അകമ്പനൻ. കരൻ, ദൂഷണൻ എന്നിവരുടെ വധവാർത്ത അറിഞ്ഞ് ശ്രീരാമനോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ച രാവണൻ സീതാപഹരണത്തിനുള്ള തന്റെ ഗൂഢപദ്ധതിയിൽ ആദ്യം ആരുടെ സഹായമാണ് തേടിയത്? മാരീചൻ. മാരീചൻ രാവണനെ ഉപദേശിച്ചത് എന്തായിരുന്നു? ശ്രീരാമനോട് വൈരം പിടിക്കരുതെന്നും സീതയെ അപഹരിക്കരുതെന്നും ഉപദേശിച്ചു. രാവണന്റെ നിർദ്ദേശപ്രകാരം ശ്രീരാമനെയും ലക്ഷ്മണനെയും പർണശാലയിൽ നിന്ന് അകറ്റുന്നതിനായി മാരീചൻ ഏത് രൂപമാണ് സ്വീകരിച്ചത്? സ്വർണമാനിന്റെ രൂപം. സീതയുടെ അഭ്യർത്ഥന പ്രകാരം സ്വർണമാനിനെ പിന്തുടർന്നു പോയത് ആര്? ശ്രീരാമൻ. മരിക്കുന്നതിന് മുമ്പ് മാരീചൻ ആരുടെ ശബ്ദമാണ് അനുകരിച്ചത്? ശ്രീരാമന്റെ ശബ്ദം. മാരീചന്റെ വ്യാജ നിലവിളി കേട്ട ശേഷം സീത ലക്ഷ്മണനോട് എന്താണ് ആവശ്യപ്പെട്ടത്? ശ്രീരാമനെ സഹായിക്കാൻ ഉടൻ പോകാൻ ആവശ്യപ്പെട്ടു.
ലക്ഷ്മണൻ പർണശാലയിൽ ഇല്ലാത്ത സമയം നോക്കി സീതയെ അപഹരിക്കാനായി രാവണൻ ഏത് വേഷത്തിലാണ് എത്തിയത്? സന്യാസിയുടെ വേഷത്തിൽ. രാവണൻ സീതയെ എങ്ങോട്ടാണ് തട്ടിക്കൊണ്ടുപോയത്? ലങ്കയിലേക്ക്. സീതയെ രക്ഷിക്കാൻ രാവണനോട് യുദ്ധം ചെയ്ത പക്ഷിരാജാവ് ആര്? ജടായു. ജടായുവിൻ്റെ ചിറകുകൾ വെട്ടിമാറ്റിയത് ആര്? രാവണൻ. മരിക്കുന്നതിന് മുമ്പ് ജടായു രാമനോട് എന്താണ് പറഞ്ഞത്? രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയെന്ന്. ജടായുവിന് അന്ത്യകർമ്മങ്ങൾ ചെയ്തത് ആര്? ശ്രീരാമൻ. സീതാന്വേഷണത്തിനിടെ ശ്രീരാമനെയും ലക്ഷ്മണനെയും ആക്രമിച്ച രാക്ഷസൻ ആരാണ്? കബന്ധൻ. തലയും കഴുത്തും ഇല്ലാത്ത രാക്ഷസനായ കബന്ധൻ ശ്രീരാമനെയും ലക്ഷ്മണനെയും എവിടെ വെച്ചാണ് ആക്രമിച്ചത്? ക്രൗഞ്ചാരണ്യത്തിൽ. ശ്രീരാമനാൽ വധിക്കപ്പെട്ട് അഗ്നിശുദ്ധി വരുത്തിയ ശേഷം കബന്ധന് ശാപമോക്ഷം ലഭിക്കുകയും അവൻ ഏത് പഴയ രൂപത്തിലേക്ക് മാറുകയും ചെയ്തു? ഗന്ധർവരൂപം. കബന്ധൻ ശ്രീരാമനെ ആരെ കാണാൻ ഉപദേശിച്ചു? സുഗ്രീവനെ. പമ്പാതീരത്തെ ആശ്രമത്തിൽ ശ്രീരാമ ദർശനത്തിനായി വർഷങ്ങളോളം കാത്തിരുന്ന മഹാഭക്തയായ വൃദ്ധ ആരായിരുന്നു? ശബരി. ശബരി ഏത് മഹർഷിയുടെ ശിഷ്യയായിരുന്നു? മദംഗ മഹർഷി. ശ്രീരാമ ലക്ഷ്മണന്മാരെ ദർശിച്ച് ഭക്തിപൂർവം പൂജിച്ച ശേഷം ശബരി ഏത് വിധത്തിലാണ് മോക്ഷം പ്രാപിച്ചത്? യോഗാഗ്നിയിലൂടെ ദേഹം ഉപേക്ഷിച്ച് ദിവ്യരൂപം പ്രാപിച്ച് മോക്ഷം നേടി. ശബരിയുടെ ഉപദേശപ്രകാരം സുഗ്രീവനെ കാണാനായി രാമലക്ഷ്മണന്മാർ ഏത് പർവ്വതത്തിലേക്കാണ് യാത്രയാകുന്നത്? ഋഷ്യമൂകാചലം. ആരണ്യകാണ്ഡം അവസാനിക്കുന്നത് ഏത് സംഭവത്തോടെയാണ്? ശബരിയെ സന്ദർശിച്ച് സുഗ്രീവനെ കാണാനായി രാമനും ലക്ഷ്മണനും പുറപ്പെടുന്നതോടെ.